ബിഗ് ബോസ് സീസണിൽ ഇത്രയും തരം താഴ്ന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ആദ്യയുടെ സ്ഥാനത്ത് ഞാൻ വല്ലതും നല്ല പറഞ്ഞു, പക്ഷെ ഷോയുടെ ക്വാളിറ്റി അങ്ങ് പോയി. ഞാൻ പോയിരുന്നെങ്കിൽ എന്റെ പേഴ്സണൽ കാര്യം വെച്ചെടുത്തില്ലേ. ബിഗ് ബോസിൽ നിന്ന് ഇവർ ഇറങ്ങുമ്പോൾ ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഇറങ്ങണം. ലെസ്ബിയൻ ആവുന്ന എന്തുകൊണ്ടാ? അവർക്കൊരു ആണിന് പറ്റത്തില്ല. ചില സമയം ആണ്, ചില സമയം പെണ്ണ്. അതിനോട് ഞാൻ യോജിക്കുന്ന ഒരു പേളിമാണിയും ശ്രീനിഷിനെയും ആ ഒരു കപ്പിളിനെ പോലെ ഇപ്പോ ആദിലയും നൂറയും അംഗീകരിച്ചു തുടങ്ങി. അവർ അംഗീകരിക്കേണ്ട എന്തിനാണ് അവരൊരു പേഴ്സണൽ കാര്യം എടുത്തിടുന്നത്? എനിക്കിപ്പോ പ്രോഗ്രാം ഇഷ്ടമല്ല. എന്താണത്? ലാലേട്ടനുള്ളത് കൊണ്ടാണ് ആ പ്രോഗ്രാം ഇത്തിരി കുറച്ചുകൂടി ഹൈപ്പായി പോയത്. ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് എന്താ ഇങ്ങനെ, അതാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ഫാമിലി ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അത്രയും മോശമായിട്ടാണ് അത് കാസ്റ്റിംഗ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. പുറത്തത് ഭയങ്കര എന്നെ മാസമായിട്ടായിരിക്കും കാണിക്കുന്നതെന്നാണ് വിചാരം. പക്ഷെ അത്രയും ഹേറ്റ് പുള്ളിക്കാരിക്ക് വരുന്നു. ബിഗ് ബോസിലെ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദിലയും നൂറയും അവർക്കെതിരെ വളരെ മോശമായ പരാമർശമാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്മി നടത്തിയിട്ടുള്ളത്. ബിഗ് ബോസ് പോലൊരു ഷോയിൽ ഇതുപോലെ സ്വർഗാനുരാഗികളായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരുന്നത് പൊതുസമൂഹം അവരെ അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഷോയിന്റെ അകത്ത് തന്നെ ഇത്തരത്തിൽ മോശമായ പരാമർശവുമായി ഒരു കണ്ടസ്റ്റന്റ് നിൽക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? ഇന്നലെ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വൈറലായിട്ടുള്ള കാര്യം, വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. സ്വന്തം കാലിൽ നിൽക്കുന്നതാണെങ്കിൽ ഒക്കെ വീട്ടിൽ പോലും കയറ്റാൻ പറ്റില്ല. സ്വന്തം കാലാണ് അവർ നിൽക്കുന്നത്. രണ്ടുപേരും വീട്ടുകാരുടെ ചെലവിലല്ല അവർ ജീവിക്കുന്നത്. അവര് രണ്ടുപേരും മാന്യമായി ഹൈ എഡ്യൂക്കേറ്റഡ് ആണ്, വർക്ക് ചെയ്യുന്നുണ്ട്. ആ പൈസയിലാണ് അവർ ജീവിക്കുന്നത്. അവരിവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഷ്ടപ്പാട് കൊണ്ടാണ്. പിന്നെ പറഞ്ഞു വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത. അത് എത്രമാത്രം ആ ഒരു ഓപ്പോസ് നിൽക്കുന്ന ഒരു പേഴ്സണ് ഹേർട്ട് ആകും. അതെ, ഈ ബിഗ് ബോസ് സീസണില് എല്ലാ കണ്ടസ്റ്റന്റും മിക്ക കണ്ടസ്റ്റന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലി കാര്യം പറഞ്ഞ് ഹേർട്ട് ചെയ്യുന്നത് അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞ സീസണിലൊന്നും ഇത്രയും തരം താഴ്ന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. മറ്റേ ഒരു പുള്ളിക്കാരൻ പറയും ഇങ്ങനെയാണ് നിന്റെ മറ്റേ പെൺ ചുമ്മാ അല്ലിട്ടിട്ട് പോയ ഡിവോഴ്സ്ഡ്. എന്താണിത്? ഒരു ഷോയിൽ വരുമ്പോൾ അവർക്ക് പല പേഴ്സണൽ കാര്യങ്ങളും കാണും. പക്ഷെ ആദിലയുടെ സ്ഥാനത്ത് ഞാൻ വല്ലതും നല്ല പറഞ്ഞു. കാരണം ഈ പറഞ്ഞ പുള്ളിക്കാരി ഒരു സമയത്ത് തന്നെ അച്ഛൻ എന്തോ കാണിച്ചു എന്നൊക്കെ പണ്ട് എന്തോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ. ഇവരാണെങ്കിലും ഹസ്ബൻഡ് ഡിവോഴ്സ് ചെയ്തതാണ്, മാത്രമല്ല അച്ഛൻ ഫോൺ വിളിച്ചാൽ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പഴയ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണമെങ്കിൽ തിരിച്ചു പറയായിരുന്നു. പക്ഷെ എന്നിട്ടും അവരത് പറഞ്ഞില്ല. എന്നിട്ട് മിണ്ടാതെ അവർ കേട്ടോണ്ടിരുന്നു. കാരണം വെച്ചാൽ ഇവര് റിയാക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. പക്ഷെ അത് അവർ റിയാക്ട് ചെയ്തത് ഈ പേഴ്സണൽ കാര്യം അവരെ വീക്ക്നെസ് പോയിന്റ് കയറി പിടിക്കാന്ന് പറയത്തില്ലേ. ഈ പ്രാവശ്യത്തെ ഒരു ബിഗ് ബോസ് ഷോ എടുത്ത് നോക്കിയാൽ പല ആളുകളും ഇതുപോലെ അവരുടെ വീക്ക്നെസ് മാക്സിമം പേഴ്സണൽ കാര്യങ്ങൾ മാത്രം, വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ഹേർട്ട് ചെയ്തുകൊണ്ട് ഗെയിം കളിച്ച് അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ബിഗ് ബോസ് ആക്ഷൻ എടുക്കാത്തത്. അവരിത് എനിക്ക് തോന്നുന്നത് ഒരു റീച്ച് കണ്ടന്റ് എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. പക്ഷെ ഷോയുടെ ക്വാളിറ്റി അങ്ങ് പോയി തോന്നില്ലേ? തീർച്ചയായിട്ടും ആ ഷോയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു, ബിഗ് ബോസ് എന്ന ഷോയ്ക്ക്. ഇപ്പൊ പലരും ബിഗ് ബോസിൽ പോവാതിരുന്നത് നന്നായി എന്ന് പറയുന്നുണ്ട്. കാരണം ഞാൻ വിചാരിച്ചു, എന്നെ അന്ന് ആ ഓഡീഷൻ വിളിച്ച സമയത്ത് ഞാൻ പോയിരുന്നെങ്കിൽ എന്റെ പേഴ്സണൽ കാര്യം വെച്ചെടുത്തില്ലേ. എന്റെ പാരന്റ്സ് സെപ്പറേറ്റ് ആണ്, ഞാൻ വീട്ടുകാരുടെ കൂടെ അല്ല. അപ്പൊ അവരെടുത്തിടത്തില്ലേ? ഓ ചുമ്മാ അല്ല നിന്നെ. അപ്പം ഞാൻ വല്ലതും നല്ല പറഞ്ഞേനെ. എന്റെ സ്വഭാവം ഞാൻ കേട്ടോണ്ടിരിക്കത്തില്ല. പക്ഷേ ഇപ്പൊ ആദിലയാണെങ്കിലും നൂറയാണെങ്കിലും ഇതുപോലെ പ്രതികരിക്കുന്ന ആളുകൾ തന്നെയാണ്. അവർക്കെതിരെ എന്ത് വന്നാലും അവർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാര്യം വരുമ്പോൾ അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ അവർ സൈലന്റ് ആവുന്ന നമ്മൾ കണ്ടത്. അത് അവർക്ക് ഹേർട്ട്. ആ കുട്ടിയുടെ കണ്ണിൽ തന്നെ അത് ഉണ്ട്, ആ ഒരു വിഷമം. ഇപ്പൊ ഈ ഒരു ബിഗ് ബോസ് ഷോ ഇറങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പൊ ആദിലയും നൂറയും കണ്ടസ്റ്റന്റ് ആയ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോ ബിഗ് ബോസ് അവര് 2 കണ്ടസ്റ്റൻസ് ആക്കി. അപ്പൊ പുറത്തുള്ള പല ആളുകളുടെയും ചിന്ത എന്ന് പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് ഇവർ ഇറങ്ങുമ്പോൾ ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ഇറങ്ങുന്നത് എന്നുള്ള രീതിയിൽ ഇവർ തമ്മിലുള്ള വഴക്കുകളൊക്കെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഇത്തരത്തിലുള്ള ആളുകളെ പ്രണയം എന്നതിലുപരി ഇപ്പോഴും ലിംഗം വെച്ച് മാത്രം, അല്ലെങ്കിൽ ലൈംഗികത വെച്ച് മാത്രം അളക്കുന്ന ആളുകളാണ് ഇപ്പൊ കൂടുതൽ സമൂഹത്തിൽ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോ ഞാൻ ഈ ഒരു കപ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വലിയ ആദ്യം ലെസ്ബിയൻസ് കപ്പിൾസിനോടൊന്നും എന്തായതെന്ന് തിങ്ക് ചെയ്ത്. പക്ഷെ ഇവര് പ്രൂവ് ചെയ്യുന്നുണ്ട് ഇത്രയും വർഷത്തെ റിലേഷൻഷിപ്പ് ഒരാണ് സ്നേഹിക്കുന്നതിനെയും കാട്ടിയും ഭയങ്കരമായിട്ട് തമ്മില് ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണ് ഇത്രത്തോളം മനസ്സിലാക്കും എന്നുള്ളത് ഞാൻ അവരുടെ ഒരു റിലേഷൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി. എനിക്ക് പേഴ്സണലി അവർ രണ്ടുപേരെയും അറിയാം, കണ്ടിട്ടുമുണ്ട്. എന്റെ ജിമ്മിലൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ അവരെ ശ്രദ്ധിക്കുന്ന സമയത്ത് അടിപൊളി കിടിലൻ കപ്പിൾസ് എന്ന് വെച്ചാൽ ഒരാണ് ഇത്ര പോലും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെയാണ് അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ലവും. നിങ്ങൾ തന്നെ ആ സീസണിൽ പലതും കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയോ ആൾക്കാർ പറയുന്നു എന്തുകൊണ്ടാണ് അവർ നോക്കുന്ന വെച്ചാൽ ആണുങ്ങളെ കാട്ടിയും അവർ എത്രയോ ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട്. സമൂഹം അംഗീകരിക്കണം. ഇപ്പം ഇതിന് വേണ്ടി ഇറങ്ങുന്ന പെൺകുട്ടികളുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓ അവർ അംഗീകരിച്ചില്ല, അപ്പൊ നമുക്ക് ചുമ്മാ ലെസ്ബിയൻ ഒക്കെ ആകാം, അങ്ങനെ തോട്ടി. അത് അങ്ങനെയല്ല. ലെസ്ബിയൻ ആവുന്ന എന്തുകൊണ്ടാ? അവർക്കൊരു ആണിന് പറ്റത്തില്ല.
ഒരാണിനെ അവർക്ക് ഒരു സെക്ഷലി കാര്യത്തിനോ അല്ലെങ്കിൽ ഒരു അല്ലാതെ ജീവ പങ്കാളിയാക്കാൻ അവരെ കൊണ്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോ അവർക്ക് എന്താ ഒരു ഗേളിനോടായിരിക്കും അട്രാക്ഷൻ തോന്നുന്നത്. അങ്ങനെ ലെസ്ബിയൻ ആവുന്ന ചില കാറ്റഗറി ഉണ്ട്, ബൈസെക്ഷൽ അല്ലെങ്കിൽ എനിക്ക് ചില സമയം ആണ്, ചില സമയം പെണ്ണ്. അതിനോട് ഞാൻ യോജിക്കുന്ന എനിക്ക് പറ്റത്തില്ല. അവർക്ക് രണ്ടും പറ്റുന്നുണ്ടല്ലോ, അപ്പൊ ഏതെങ്കിലും ഒരാളത്ത് നിന്നാ പോരെ. എനിക്ക് ബൈസെക്ഷലിനോട് ഒട്ടും പറ്റത്തില്ലാത്ത ഒരു കാര്യമാണ് അത്. അതെന്താണ്, ഗേ ഓക്കെ, ലെസ്ബിയൻ ഓക്കെ. എനിക്കൊരു പെൺകുട്ടി ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവർക്ക് ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞു ഷീസ് എ ബൈസെക്ഷൽ, എന്റെ അടുത്തൊരു ക്രഷ് ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ട്, പിന്നെ എന്തിനാണ് ബൈസെക്ഷൽ? എനിക്ക് അതിനോട് അപ്പം ഇവർ തിങ്ങിയെന്ന് വെച്ചാൽ പെണ്ണും പെണ്ണും ചെയ്ത് നോക്കാം. അതെ, എന്താണ് സംഭവം മനസ്സിലാവുന്നില്ല. ഈ ആദില നൂറെന്ന് വെച്ചാൽ അവര് ചെറുപ്പം തൊട്ട് അവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവർ സ്കൂൾ ടൈം തൊട്ട് അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്. അതെ, ഇപ്പൊ തൊട്ട് തുടങ്ങിയതല്ല. ഇപ്പൊ നോറയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിലും ഒരു ബോയുമായിട്ട് ഇതിന് മുൻപ് റിലേഷൻ ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. പക്ഷെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കാതെ വന്ന് ബ്രേക്കപ്പ് ആവുകയും പിന്നീടാണ് തന്റെ ഇഷ്ടം ഒരു പെൺകുട്ടിയോടായിരിക്കും എന്നുള്ള സത്യാവസ്ഥ കുട്ടി മനസ്സിലാക്കുന്നത്. പക്ഷെ അവരുടെ ഒരു ഹോർമോൺ ചേഞ്ച് കൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിദത്തമായി അവർക്കുള്ള ഒരു മാറ്റമാണ് അതെന്നുള്ളത് അംഗീകരിക്കാൻ ഇന്നും ബിഗ് ബോസ് ഷോയ്ക്ക് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പക്ഷെ ഒരു കൂട്ടം ആളുകൾ, സമൂഹത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ ബിഗ് ബോസ് ഇത്രയും ഇപ്പൊ 7 സീസണായി നിൽക്കുകയാണ്. തുടക്കത്തിൽ വന്ന പേളിമാണിയും ശ്രീനിഷിനെയും ആ ഒരു കപ്പിളിനെ പോലെ ഇപ്പോ ആദിലയും നൂറയും അംഗീകരിച്ചു തുടങ്ങി എന്നുള്ളത് നമുക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ ആദിലയും നൂറയും സമൂഹം അംഗീകരിച്ചു കാണും. പക്ഷെ അപ്പോഴും ഈ പുഴുക്കുത്ത് പോലെയുള്ള ചില ലക്ഷ്മിയെ പോലെയുള്ള ആളുകൾ ഇന്നും അതിനെ അംഗീകരിക്കാതെ അവര് മാക്സിമം എത്രത്തോളം തകർക്കാൻ അവർ അംഗീകരിക്കേണ്ട എന്തിനാണ് അവരൊരു പേഴ്സണൽ കാര്യം എടുത്തിടുന്നത്? അതാണ് എനിക്ക് ചോദിക്കുക. അവർ അംഗീകരിക്കേണ്ട ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കും. ചില അംഗീകരിക്കാതിരിക്കും. ഇപ്പൊ ഞാൻ ബൈസെക്ഷൽ, എനിക്ക് വരായിട്ട് താല്പര്യമില്ല, എനിക്ക് അങ്ങനത്തെ ഒരു കാറ്റഗറി എനിക്ക് ഇഷ്ടമല്ല. ഓരോരുത്തർക്കും ഓരോ ഇതാണ്, അത് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ഒരാളുടെ പേഴ്സണൽ കാര്യം എടുത്ത് ഈ ബിഗ് ബോസ് സീസൺ വളരെ വളരെ മോശമായിട്ടാണ് വെക്കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണൽ കാര്യം എടുത്തിടാന്നൊക്കെ പറഞ്ഞാൽ അതൊരു വൃത്തികെട്ട ക്യാരക്ടർ അല്ലേ? അതെ, ഇപ്പോ കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുപോലെ മറ്റൊരു വിവാദം ഉണ്ടായിരുന്നത് അനുമോളെ കുറിച്ചിട്ട്. ആര്യനും അതുപോലെ തന്നെ ജിസേലുമായിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ച് അനുമോള് പറഞ്ഞ കുറച്ച് പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മോഹൻലാൽ വലിയ രീതിയിൽ അനുമോളെ മോശമായി പറഞ്ഞ അല്ലെങ്കിൽ അനുമോള് പറഞ്ഞ തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു ലൈവ് കണ്ട ഭൂരിഭാഗം ആളുകൾക്കും അറിയാം അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം. പക്ഷെ പിന്നീട് ലാല് വന്ന് ആ ഒരു സംഭവത്തെ മാനിപ്പുലേറ്റ് ചെയ്തു, അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കുന്നുണ്ട്. അപ്പോ ഇപ്പം അതിനുശേഷമാണ് ആര്യനും ജിസേലും തമ്മിൽ പ്രണയത്തിലാണ് അല്ലെങ്കിൽ അവർ തമ്മിൽ ഇഷ്ടമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇത് ഷോയിലൂടെ പുറത്തു വരുന്നത്. അപ്പോ ബിഗ് ബോസിന്റെ ഇപ്പോ നിലവിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഭയങ്കരമായിട്ട് താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നല്ല താഴേക്ക് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം എന്റെ അമ്മൂമ്മ എന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് അമ്മൂമ്മയ്ക്ക് ഇപ്പൊ ഇഷ്ടമല്ലെന്ന്. എന്റെ അമ്മൂമ്മ പണ്ട് സ്ഥിരം ഇരുന്ന് കാണുന്ന ഒരു പേഴ്സൺ ആണ് ബിഗ് ബോസ്. എന്റെ അടുത്ത് പറയാം, ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് എന്തോ ഒരു ദിവസം വിളിച്ചു, ഞാൻ ചോദിച്ചു എന്താ നേരത്തെ കിടന്ന ബിഗ് ബോസ് ആണെന്നില്ല, എനിക്കിപ്പോ പ്രോഗ്രാം ഇഷ്ടമല്ല. എന്താണത് ഇങ്ങനെ പറയുന്നത് എന്റെ അമ്മൂമ്മ. എനിക്ക് മക്കളിത് ഇപ്പോഴത്തെ ബിഗ് ബോസ് കൊള്ളത്തില്ല. കഴിഞ്ഞ സീസണൊക്കെ അടിപൊളിയായിരുന്നു. അമ്മൂമ്മ പിറ്റേ ദിവസം അതിന്റെ ഒന്നുകൂടി ഒരു പോർഷൻ ഇടുമല്ലോ, ഒന്നുകൂടി ഇരുന്ന് കാണുമല്ലോ. ഇപ്പൊ അമ്മൂമ്മയ്ക്ക് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് വരുമ്പോ എന്റെ അമ്മൂമ്മ TV ഓഫ് ചെയ്യുമെന്ന്. ഇപ്പൊ ബിഗ് ബോസിൽ അവതാരകനായി 7ാം സീസണിൽ അവതാരകനായി വന്നതോടുകൂടി മോഹൻലാൽ നിലവിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് പലർക്കും ഉണ്ടായിരുന്ന ഒരു മതിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ച് കോടികൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു തോന്നിയാസമുള്ള ഒരു പരിപാടിയിലേക്ക് അവതാരകനായി പോയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് സിനിമയുടെ അകത്തുനിന്ന് തന്നെയുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ ലാലിനെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു. ഇത്രയും നാളും ബിഗ് ബോസ് ഇത്തിരി ഹൈലൈറ്റ് ആയത് തന്നെ ലാലേട്ടൻ അതുള്ളത് കൊണ്ടാണ്. ഇപ്പൊ വേറൊരു ആങ്കർ അവിടെ വന്ന് ഇതിനെപ്പറ്റി പറഞ്ഞു അത് നോക്കത്തില്ല, ലാലേട്ടനുള്ളത് കൊണ്ടാണ് ആ പ്രോഗ്രാം ഇത്തിരി കുറച്ചുകൂടി ഹൈപ്പായി പോയത്. പക്ഷെ തരം താഴ്ന്ന രീതിയിൽ പ്രോഗ്രാം പോകുമ്പോഴത്തേക്കും അത് ലാലേട്ടൻ തന്നെയാണ് അതിനെ ഒരു അഫക്ട് ചെയ്യുന്നത്. ഇത്രയും നാളത്തെ വെച്ചാൽ ലാലേട്ടൻ അടിപൊളിയായിട്ട് കഴിഞ്ഞ സീസണിലൊക്കെ ലാലേട്ടന്റെ ഓരോ ഈ എപ്പിസോഡ് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ചിരിയും തമാശയും അതിനൊത്ത് നിൽക്കും. പക്ഷെ ഇപ്രാവശ്യം ലാലേട്ടന്റെ വരുന്നു, 2 വഴക്ക് പറയുന്നു, പോകുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പാളൊക്കെ ക്ലാസ് വരുമ്പോ കണ്ടിട്ടില്ലേ, ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് എന്താ ഇങ്ങനെ, അതാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറൊന്നും ലാലേട്ടന്റെ ആ ഒരു ഇതങ്ങ് പോയെന്ന്. പിന്നെ പലരും റെസ്പെക്ട് കൊടുക്കുന്നില്ല പുള്ളിക്കാരന്. ഇങ്ങനെ എടുത്തു ചാടി പറയുന്നുണ്ട്, അങ്ങനത്തെ കുറെ എന്ന് വെച്ചാൽ കളിയാക്കി ചോദിക്കുന്ന പോലെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കളിയാക്കുന്നയാണോന്നും ചോദിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് പ്രാവശ്യം എന്ന് വെച്ചാൽ കാസ്റ്റിംഗ് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആണ്. എന്താണ് അവർ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? 19-20 വയസ്സുള്ള ഒരു കുട്ടീനെ, മെച്ചൂരിറ്റി ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, വായിത്തുനിന്ന് തെറി വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മസ്താനിയൊക്കെ എന്തൊക്കെയോ അതില് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. റെന ഫാത്തിമ
അനുമോൾ എന്തോ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തൊക്കെ ഒരു ഫാമിലി ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അത്രയും മോശമായിട്ടാണ് അത് കാസ്റ്റിംഗ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ട് ചെയ്യുന്ന നിവിനാന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പൊ ബിഗ് ബോസ് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് അറിയാം ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. ആരായിരിക്കും വിന്നർ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരാളല്ല, അതുകൊണ്ട് അതിനകത്ത് ആരാണ് നന്നായിട്ട് പ്ലേ ചെയ്യുന്നത് എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത് നൂറയാണെന്ന് തോന്നുന്നു. നൂറയെ മാത്രമല്ല, ആൾക്കാർ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ബിഗ് ബോസിന്റെ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഒരാളെ വന്ന് ഹേറ്റ് ചെയ്യും സ്റ്റാർട്ടിങ്ങില്, പിന്നെ പിന്നെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ആദ്യം ഇഷ്ടപ്പെടുന്ന ആളെ ഹേറ്റ് ചെയ്യും. അപ്പൊ ഈ ഹേറ്റ് ചെയ്ത ആള് ഇവര് ഈ വയൽക്കാട് കയറിപ്പോയ ആൾക്കാർ നോക്കുമ്പോ ഇവരെ ഹേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അതിനകത്ത് പോയിട്ട് ഈ വയൽക്കാട് വന്നതിന് ശേഷമാണ് അനീഷിനൊക്കെ കുറച്ച് ഫാൻസ് ആയത്. വയൽക്കാടിലുള്ള ആൾക്കാരാണ് ഇപ്പൊ ആൾക്കാർക്ക് വെറുപ്പ്. ആക്ച്വലി എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഹേറ്റ് വരുന്ന മസ്താനിക്കാന്ന് തോന്നുന്നു. വയൽക്കാടിൽ ഭയങ്കര ഇതായിട്ടാണ് പുള്ളിക്കാരി, കുറച്ച് ഓവറായിട്ടാണ് അവിടെ കാണിക്കുന്നത്. പുള്ളിക്കാരി വെച്ചാൽ പുറത്ത് ഇത് ഭയങ്കര എന്നെ മാസമായിട്ടായിരിക്കും കാണിക്കുന്നതെന്നാണ് വിചാരം. പക്ഷെ അത്രയും ഹേറ്റ് പുള്ളിക്കാരിക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അനീഷ് ആയിരിക്കും വിന്നർ ആവുന്ന, അല്ലെങ്കിൽ നോറയോ അതിലാരെങ്കിലും ആയിരിക്കും എന്നാ തോന്നുന്നത്.